നമിത് മൽഹോത്രാസ് രാമായണ, രൺബീർ കപൂറും യാഷും എന്ത് ചെയ്യും, രാമനും രാവണനും എന്ത് ചെയ്യും നോക്കാം നമുക്ക്. അവർ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. യൂസ് ഹെഡ്ഫോൺസ്. പ്രൈം ഫോക്കസ്, മോൺസ്റ്റർ മൈൻഡ്, അക്കാഡമി അവാർഡ് വിന്നിംഗ്. ആരടാ ഇത്? യാഷ? ആരടാ അത്? तुम्हारा नया राजा. നിങ്ങളുടെ പുതിയ രാജാവ്. ഓ, യാഷ്, രാവണൻ, पृथ्वी लो, पाताल लो, तीनों लोकों में एक ही ultimate राजा. ruler. ആന് പറക്കണ്. ഓ, രാവണൻ. जब जब सृष्टि पर संकट आया है, എനിക്കൊന്ന് രാവണന് ഏറ്റവും ഇപ്പൊ ഒരു ആപ്റ്റായിട്ടുള്ള ഒരു നടൻ കറക്റ്റായിട്ട് യാഷിന് തന്നെയാണ്. ആ ഒരു ഫിസിക്കും ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു വയലൻസും എല്ലാം കറക്റ്റായിട്ട് ചേരുന്നത് രാവണന് തന്നെയാണ്. രാവണനാണ് ഈ ഇതില് ഏറ്റവും ഒരു ക്രൂരൻ, അങ്ങനത്തെ ഉള്ള ഒരു മാപ്പാണല്ലോ രാവണന്, അങ്ങനെയല്ലേ? ആണ്. ആൻഡ് ഇതില് എനിക്ക് തോന്നുന്നു ഇനി VFX പരിപാടികളും ചെയ്യാനുണ്ട് എന്നാണ് തോന്നുന്നത്. കൊള്ളാം. എന്നിരുന്നാൽ ഇനി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, പരിപാടികൾ ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോ ട്രെയിലറിന് വേണ്ടി അവർ ചെയ്ത് മെയിൻ്റെനൻസ് പരിപാടി വേറെ ഉണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. भगवान विष्णु ने अवतार लेकर उस ലോർഡ് വിഷ്ണു, രാമൻ, मेरा ज्येष्ठ पुत्र ഫസ്റ്റ് ബോൾ, റാം. മ്യൂസിക് കണ്ട ഹാൻസ് സിമ്മർ, റഹ്മാൻ. ഓ, അതാ विश्व कल्याण के लिए यदि मेरा अंत भी हो जाए तो भी मुझे स्वीकार है. മ്യൂസിക്. निर्णय मैं ले चुका हूं. ഞാൻ എന്റെ തീരുമാനം എടുത്തു. अपने पिता के वचन का पालन करना मेरा അച്ഛന്റെ തീരുമാനം. तुम्हारे लिए 14 वर्ष का वनवास. 14 വർഷം മറ്റേ കാട്ടിൽ പോണ ഇതാണല്ലേ ഒരു 14 വർഷം കാട്ടിൽ പോണ എന്തൊരു സംഭവമാണ്. അപ്പോ മറ്റേ രാമൻ കാട്ടിലെന്തോ പോവും, അങ്ങനത്തെ ഒരു ഇത് ഒരു കഥ ഉണ്ട്. എനിക്ക് അത് കറക്റ്റായിട്ട് അറിയില്ല. ആൻഡ് സായി പല്ലവിയും വരുന്നുണ്ട്. उस वचन का क्या जो आपने मुझे विवाह के समय दिया था? രാമന്റെ ജോഡി സായി अब പല്ലവി. हमारा भाग्य एक है. സായി പല്ലവി ഈ റോളൊക്കെ നന്നായിട്ട് ചേരും. പിന്നെ അഭിനയത്തിന്റെ കാര്യം പറയണ്ടല്ലോ. രാം ഒരു കാട്ടില് പോവുകയാണ് കേട്ടോ. രാവണൻ. ഓ, കറക്റ്റ് രാവണൻ. की राजकुमारी सूट न खाओ. അത് ശരി. वो मोहित हो गई है आप पे. ഏയ്, राम से प्रतिशोध लिया जाएगा झोपड़ा का. ഓ എന്തൊക്കെയാ പറക്കുന്നുണ്ട് राम की കേട്ടോ. मृत्यु साधारण होगी, രാമന്റെ മരണം. ना उसका अपमान. रावण तीनों लोकों का स्वामी है तो तीनों लोकों के सामने उसका वध करूंगा. ഇങ്ങനെ അവസാനം രാവണനും രാമനും തമ്മിൽ യുദ്ധം ചെയ്യുകയാണ് ഗൈസ്. ഇതൊരു ലോഡുണ്ട് കേട്ടോ. ട്രെയിലർ 4 മിനിറ്റോളം ഉണ്ട് കേട്ടോ. പക്ഷെ കൊള്ളാം ട്രെയിലർ. VFX പരിപാടിയൊക്കെ ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ മെയിൻ്റെനൻസ് പരിപാടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് മ്യൂസിക് ഹാൻസ് സിമ്മർ, റഹ്മാൻ രണ്ടുപേരുടെ ആംബോ. അതിന് വേണമെങ്കിൽ പടത്തിന് പോകാമെന്നാണ് തോന്നുന്നത്. കാരണം അമ്മാര് മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചില സീനുകൾ തന്നെ എലവേറ്റ് ചെയ്യുന്നത് ആ മ്യൂസിക്കാണ്. ആ മ്യൂസിക് അങ്ങനെ അങ്ങനെ എലവേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് 4000 കോടി എന്നൊക്കെ പറയണ എന്തൊരു സംഭവമാണ് ഈ പടം. ഇന്ത്യയിലെ ഏറ്റവും ബഡ്ജറ്റ് ഉള്ള, അതിനുള്ളതുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇനി VFX ഒക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. തിയേറ്ററിലും കൂടെ കാണുമ്പോൾ ഇതുപോലെ ഒന്നും അല്ലല്ലോ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. मैं अपनी सीता को वापस लूंगा. സീതയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും.
ഇതാ സായിപ്പല്ലയാണ്. ഓ രാവൺ രണ്ട് പാത്രങ്ങൾ. രാവണ പ്രതികാരം. ഓ രാമൻ സംരക്ഷിക്കാൻ വേണ്ടി ജനിച്ചവൻ. രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം. ഓ ഇത് ജഡായും അങ്ങനെ എന്തോ അല്ലോ. ഗ്രേറ്റസ്റ്റ് സ്റ്റോറി ഓഫ് ഓൾ മാൻകൈൻഡ്. മ്യൂസിക് കണ്ട വിവേക് ബ്രോ അല്ലേ ഇതാണ് റഹ്മാൻ ഹാൻസമർ മ്യൂസിക്. ശോഭനയും ഉണ്ട് പടത്തില്. നിതേഷ് തിവാരിയാണ് ഡയറക്ടർ. ഓ ആശിനി നമിത് മൽഹോത്ര രാമായണം. ये राम के युग का आरंभ है. രാമന്റെ ഈ യുഗത്തിന് അവസാനം തുടങ്ങുകയാണ്. 2026 ദീപാവലിക്കാണ് കേട്ടോ വേൾഡ് വൈഡ് റിലീസ് ആവാൻ പോകുന്നത്. ഇതിൽ ഒന്ന് മ്യൂസിക് റഹ്മാൻ ഹാൻസിമർ. വേറെ എന്ത് വേണം അളിയ. ആ രണ്ടുപേരും ഇട്ട് തള്ളിക്കോളും. ഈ 4 മിനിറ്റ് ട്രെയിലറിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്ന വൺ ഓഫ് ദ പോസിറ്റീവ് എന്ന് പറയുന്നത് അവരുടെ മ്യൂസിക് തന്നെയാണ്. ആ സീനുകളെ എലവേറ്റ് ചെയ്യുന്ന, ആ സീനുകളെ ഗ്രാൻഡ് ആക്കുന്ന മ്യൂസിക്കുകൾ. അവരുടെ മ്യൂസിക്കിന്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഹാൻസിമർ റഹ്മാൻ രണ്ടുപേരും ഒരുമിച്ച് അത്രയും വലിയൊരു പടത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ചേർത്തെന്തോ 100 കോടിയോളം എന്തോ, അതോ ഒരാൾക്കോ ചേർത്തെന്തോ 100 കോടിയോളം സാലറി ഉണ്ടെന്നാണ് ഒരു റിപ്പോർട്ടിൽ കണ്ടത്. എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. അത് അവര് നല്ല രീതിക്ക് തന്നെ ഔട്ട്പുട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നല്ല മ്യൂസിക്കുകൾ തന്നെ വരും. അവർ കാരണം അമ്മാതിരി സാധനം പിടച്ചു വിട്ടോളും. രണ്ടുപേരും അതിന് വൻപന്മാരാണ്. ആൻഡ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ VFXന്റെ കാര്യം എനിക്കൊന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മെയിൻ്റനൻസ് പരിപാടി കുറച്ചുകൂടെ നല്ല രീതിക്ക് ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ഒരു ട്രെയിലറിന് വേണ്ടി റിലീസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഒരുപാട് പരിപാടികൾ വീണ്ടും കാണും. അതുകൊണ്ട് ഇനി 4000 കോടി എന്നൊക്കെ പറയുമ്പോൾ ചില്ലറ പണമൊന്നും അല്ല. ബട്ട് അത്രയ്ക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഞാൻ പറഞ്ഞില്ല, ഇനി ആ VFX പരിപാടി എല്ലാം ചെയ്ത് ഒരു വൻ സാധനമായിട്ട് വരുമ്പോൾ തിയേറ്ററിലേക്ക് കാണുമ്പോൾ അത്രയ്ക്കുള്ള ഗ്രാൻഡ് സാധനം കാണാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ബട്ട് ട്രെയിലർ കൊണ്ടുപോയത് രാവണ യാഷി തന്നെയാണ്. സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറി, ആ ഒരു മസ്കുലിൻ, പിന്നെ ലാസ്റ്റ് തന്നെ ഇപ്പൊ ആ സിംഹത്തിന്റെ അടുത്ത് സിംഹം ഗർജിക്കുമ്പോ അവിടെ സംസാരിക്കുന്നത്, ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് യാഷി തന്നെയാണ് തൂക്കിയത്. ആ തുടക്കം തൊട്ട് ക്ലൈമാക്സ് വരെയും. ആൻഡ് രൺബീറിലേക്ക് വരുമ്പോ ഈ ജയിക്കുന്നത് എനിക്ക് തോന്നുന്നു രൺബീർ തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഈ ട്രെയിലർ കൊണ്ടുപോയത് ആ ഒരു ട്രെയിലർ മൊത്തം തൂക്കിയെന്ന് പറയുമ്പോൾ യാഷി തന്നെയാണ്. പിന്നെ സായി പല്ലവി പലപ്പോഴും വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ സായി പല്ലവിക്ക് ഈ സീതാ റോളൊന്നും ചേരില്ലെന്ന്. എനിക്കൊന്ന് സായി പല്ലവിക്ക് തന്നെയാണ് സീതാ റോള് കറക്റ്റായിട്ട് ചേരും. ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി, അതിലുപരി ആ ഒരു നാച്ചുറൽ ആക്ടിങ് എല്ലാം ഉണ്ട് സായി പല്ലവിക്ക് തന്നെയാണ്. മറ്റുള്ളവരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഓവർ ആവാൻ സാധ്യത. സായി പല്ലവി ആകുമ്പോൾ കറക്റ്റ് തന്നെയാണ്. ആൻഡ് രൺബീർ എങ്ങനെയായിരിക്കും രാവണയായിട്ട് ഏറ്റുമുട്ടുന്നത്, രൺബീർ എങ്ങനെയായിരിക്കും രാവണയായിട്ട് പുൾ ഓഫ് ചെയ്യുക, ആ ഒരു ഫേസ് ഓഫ് ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് സത്യത്തിൽ ഒരു എക്സ്പെക്ടേഷനിൽ ഒരു കൗതുകമുണ്ട്. എങ്ങനെ രാവണനെ മറികടക്കും രാമൻ എന്നുള്ള ഒരു പുൾ ഓഫ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം ഡൗട്ടല്ല, അതെങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അത്. ബാക്കി നമുക്ക് ദീപാവലി 2026 കാണാം. ഇത് സെക്കൻഡ് പാർട്ടും ഉണ്ട്. 2027 ദീപാവലിക്ക് സെക്കൻഡ് പാർട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല ബഡ്ജറ്റിൽ വരുന്ന ഒരു പടമാണ്. ഇവർ ഈ റീസെന്റ് ഒരു ലോസ് ആഞ്ചലസ് ഏതൊരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂവും കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പടത്തിനെ കുറിച്ച്. രൺബീർ, യാഷി, പിന്നെ അവർ ഈ കൊച്ചു പടങ്ങളൊക്കെ വരച്ചുകൊണ്ടിരുന്നു. കാരണം രണ്ടുപേർക്കും പെൺമക്കൾ എന്തോ ആണ്. അപ്പൊ അവർ പടം വരയ്ക്കുന്ന പോലെ എങ്ങനെന്തൊക്കെ കളിച്ചുകൊണ്ടിരുന്നു ആ ഒരു ഇന്റർവ്യൂവിൽ. മൊത്തത്തില് ട്രെയിലർ നന്നായിട്ടുണ്ട്. VFXും പരിപാടിയും കൊള്ളാം. ഒരു വലിയൊരു സാധനം തന്നെയാണ് വരുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനുണ്ടെന്ന്. ലാസ്റ്റ് ഔട്ട്പുട്ടൊക്കെ വന്നിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം കുറച്ചുകൂടെ ഒരു നല്ല ഗ്രാൻഡിയർ സാധനങ്ങളൊക്കെ വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഫോണിൽ കാണുമ്പോഴേ ഇത്രയും സൂപ്പർ ആണെങ്കിൽ ട്രെയിലർ കാരണം ഞാനിപ്പോ ബ്രാൻഡ് ന്യൂടെ കണ്ടപ്പം, സ്പൈഡർമാൻ കണ്ടപ്പോൾ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയേറ്ററിലാണ് കണ്ടത്. അത്രയും ഗ്രാൻഡിയറായിട്ട് എനിക്ക് സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടെ ആ ഒരു ലാസ്റ്റ് VFX ലാസ്റ്റ് ഔട്ട്പുട്ട് ഒക്കെ വന്നതിന് ശേഷം മിക്കവാറും കത്തിക്കും.